തുടക്കകാലത്ത് ഈ കഥകളി പഠിക്കാൻ പോയിരുന്നു, ആ രംഗത്ത് അവതരിപ്പിച്ചിരുന്ന ഒരു സമയം. ആ സമയത്ത് താങ്കൾക്ക് ഈ ഇന്നത്തെ പോലുള്ള ഒരു ഒരു വരുമാനം മാർഗമില്ലല്ലോ, ഒന്നുമില്ല. അങ്ങനെ വീട്ടിൽ നിന്നോ മറ്റേ കുടുംബ ഭാഗത്തു നിന്നൊക്കെ ഈ ഇത് ഭയങ്കരമായിട്ടുള്ള പ്രഷർ അനുഭവപ്പെട്ടിട്ടുണ്ട്? അത് ഞാൻ ഒരുവിധം നന്നായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് അച്ഛൻ കുറച്ച് ഒരു ഇത്തിരി കലാവാസനയൊക്കെ ഉള്ള ആളാണ്. അമ്മയും ഒക്കെ ഈ തിരുവാതിര കളി ഒക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് നമുക്കൊരു ഇതിനകത്തേക്കുള്ളൊരു ഇത് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ ഊട്ടുവരയിൽ ഒരു തിരുമേനി വന്ന് അവിടെ ഒരു ഡാൻസ് ക്ലാസ്സാണ് തുടങ്ങുന്നത് ആദ്യം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ അമ്പലത്തിൽ 4 ദിവസത്തെ കഥകളിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നല്ല, ഈ കഥകളിക്കാർ വള്ളത്തേല വരണേന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ. ഈ അമ്പലത്തിൻ്റെ മുമ്പിലൊരു കായലുണ്ട്, ആ കഥകളിക്കാർ വരുന്ന അവരുടെ പോയി നിൽക്കും ഞാൻ. എന്നിട്ട് അവരുടെ പെട്ടിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരും. വന്ന് 4 ദിവസം ഇവരുടെ കൂടെ തന്നെയാണ്, സ്കൂളിലും പോകില്ല, എങ്ങും പോകില്ല. എന്നിട്ട് ഇവർ പോകുമ്പോൾ ഇവരെ കൊണ്ട് വള്ളം കയറ്റി വിട്ട് അവിടെ നിന്ന് സങ്കടപ്പെട്ട് വരും. ഇത് കഴിഞ്ഞ് ഇതിനകത്തുണ്ടായ ഒരു ഇതാണ് എനിക്ക് പഠിക്കണം എന്നൊരു തോന്നൽ വന്നത്. അന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്കൂളിലെ സാറുമാർ പറഞ്ഞു, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൻ പഠിക്കണതാണ്, ഈ കാലത്ത് കഥകളിയൊന്നും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവനെ അതിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ചെവിക്കൊണ്ടില്ല. എന്നോട് ഞാൻ പറഞ്ഞു എനിക്കിത് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചിട്ടാണ് ആ അമ്പലത്തിൽ അവിടെ ആ തിരുമേനിക്ക് ഒരു ബാലയുണ്ടായിരുന്നു, അന്ന് ഈ ബാലയാണ്. ആ തിരുമേനിക്ക് ഈ ബാലയിൽ പൂതന കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ കഥകളി ആശാനെ കൊണ്ടുവന്ന് അവിടെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ രാത്രി മുഴുവനും അവിടെ ആയിരിക്കും ഈ ഊട്ടുവരയിൽ. അങ്ങനെ എനിക്ക് പഠിക്കണമെന്നും പറഞ്ഞ് അച്ഛനോട് കരഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാൻ, അന്ന് കൊച്ചു പയ്യനല്ലേ, ഇതിനകത്ത് വന്നതും. പക്ഷേ എന്നെ ആരും തഴഞ്ഞിട്ടില്ല, തഴയാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. സാറുമാർ പറഞ്ഞെങ്കിലും എൻ്റെ നിർബന്ധപ്രകാരം എന്നെ കൊണ്ട് അച്ഛൻ്റെ ഒറ്റ വാശി SSLC പാസ്സായിട്ടേ പോകാവുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ SSLC പാസ്സായി കഴിഞ്ഞ് അപ്പം തന്നെ എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ടാക്കി. കലാമണ്ഡലത്തിൽ പോസ്റ്റ് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. 22ാമത്തെ വയസ്സിൽ എനിക്ക് RLB കോളേജിൽ അധ്യാപകനായിട്ട് എനിക്ക് ജോലി കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പഠിത്തവും കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ തേരാപ്പാര നടന്നിരുന്നെങ്കിൽ എന്നെ എല്ലാവരും തഴയും. ഈ ചുറ്റുമുള്ളവർ വരെ പറയും അവനതിന് പോകേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞേനെ. പക്ഷേ അതിന് ഒരു അവസരം കൊടുക്കേണ്ടി വന്നില്ല. അതാണ് എനിക്കുള്ള സന്തോഷം ഏറ്റവും. ഈ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇലക്ട്രിക് ലൈറ്റുകൾ വരുന്നതിന് മുമ്പ് പണ്ട് കേട്ടിട്ടില്ല 60 തിരിയിട്ട വിളക്കെന്നൊക്കെയാണ്. അപ്പോൾ ആ നിലവിളക്കിൻ്റെ ചുറ്റും ആ വെളിച്ചത്തിൽ ഇരുന്ന് കാണുകയായിരുന്നു പണ്ട് കഥകളി. അപ്പോഴേ മുഖത്ത് വരുന്ന എല്ലാ ചലനങ്ങളും ഈ കാണികൾക്ക് കാണാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു കുറവാണ് ശരിക്കും. ഈ സിനിമയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ എടുക്കുമല്ലേ, അതിങ്ങനെ എത്ര ദൂരെ ഇരുന്നാലും കാണാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യുവാണ്, ഇത് ഡയലോഗും അല്ല, പാട്ടോ മേളോ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് കേൾക്കാം. ഇത് മുഖത്ത് കാണിക്കുന്ന സാധനം ഒരു 4 മീറ്റർ പോലും ഇരുന്നാൽ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. മനസ്സിലായില്ലേ? ഒരു 2 മീറ്റർ ഉള്ളിൽ കട്ടിയിരുന്നാലേ ഇത് എന്താണ് രസം എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ സ്പോട്ട് ലൈറ്റ് പോലത്തെ ചില സാധനങ്ങളുണ്ട്, അത് മുഖത്തേക്ക് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ചലനങ്ങൾ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തീ കട്ട വച്ചിരിക്കണ പോലെ ആയിരിക്കും പൊള്ളൽ. പക്ഷേ ഈ മുഖം കുറച്ച് ദൂരെ ഇരുന്നാലും ഒരു 6-7 മീറ്റർ ദൂരെ ഇരുന്നാലും കാണാൻ പറ്റും ഇതിൻ്റെ ചലനങ്ങൾ. അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ അതുകൊണ്ടാണ് ഈ കഥകളിയിൽ കുറേ ദൂരെ ഇരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഒരു പതിഞ്ഞ പദം, ഒരു ശൃംഗാരപദം എന്ന് പറഞ്ഞാൽ ഒരു വരി പാടുന്നതിന് ഏതാണ്ട് 1.5 മിനിറ്റൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വെറുതെ ഒരു വേഷം ഇങ്ങനെ നിന്നിങ്ങനെ പിരിച്ച് പിരികിളക്കി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ദൂരെ ഇരിക്കുന്നവർക്ക് പിരികിളകുന്നുണ്ടെന്നൊന്നും അറിയില്ല.
ഇതെന്താ ഇതിങ്ങനെ ഇയാൾ നിൽക്കണേന്ന് തോന്നും. അതേസമയം ഈ യുദ്ധവും ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ളതാണെങ്കിൽ അതങ്ങനെ അവിടെ കളിക്കുന്നുണ്ട് എന്ന ആൾക്കാർക്ക് മനസ്സിലാകും. അതാണ് ഈ എന്താണ് നളചരിതം പോലെയുള്ള കഥകളൊക്കെ കാണാൻ ആൾക്കാർ കുറയണത്. അതാണ് എന്നുവെച്ചാൽ ഈ പാമരന്മാർ, പണ്ഡിതന്മാർ അടുത്ത് വന്നിരുന്ന് നേരത്തെ സീറ്റൊക്കെ പിടിച്ച് അവിടെ വന്നിരുന്ന് കാണും. മറ്റവർക്ക് ഈ നളചരിതത്തിലൊക്കെ പതിഞ്ഞ പദങ്ങളും അഭിനയ പ്രാധാന്യമുള്ളതാണ്. ഇതൊന്നും ദൂരെ ഇരിക്കുന്ന ജനങ്ങളിലേക്ക് എത്തുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ആൾക്കാർ കുറയുന്നതും ഈ കാണാനുള്ളവർ ആദ്യം വന്നിരുന്ന് ഇതൊക്കെ തൊട്ടടുത്ത് വന്നിരുന്ന് കാണുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. ശരി, നമ്മൾ കഷ്ടപ്പെട്ട് വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് കണ്ണിൽ നെയ്യൊഴിച്ച് സാധകം ചെയ്ത് 2-3 മണിക്കൂറാണ് ഒരു ദിവസമല്ല, ഈ പഠിക്കുന്ന കാലം മൊത്തം ഇങ്ങനെ ചെയ്യണം. രാവിലെ അഭ്യാസങ്ങൾ, ഉഴിച്ചിൽ, ചവിട്ടിത്തിരുമ്മൽ, ഇതൊക്കെ കിട്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതൊന്നും ഈ ജനങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അവർക്ക് ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ളൊരു കഥയാണെങ്കിൽ കുറച്ച് അലറലും കൂക്കിവിളിയും ആൾക്കാരുടെ ഇടയിൽ കൂടി പോണ ഇതൊക്കെയാണെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടും. അടുത്ത് വരുമ്പോഴത്തേക്കും അയാളൊന്ന് ഈ കാട്ടാളനോ അല്ലെങ്കിൽ കുറേ കൂകുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇഷ്ടമായി, നന്നായി എന്ന് പറയും. അങ്ങനെയുള്ള കളി കാണാൻ ആൾക്കാർ വന്നിരിക്കും. പക്ഷേ ഇത് ഒരു വലിയൊരു കഥകളിക്കാരൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമാണത്. നമ്മൾ ചെയ്യുന്ന ആ അഭിനയം ജനങ്ങൾ അത്രയും എത്തുന്നില്ല എന്നുള്ളത് അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു 500 പേര് കളി കാണാൻ ഇരിപ്പുണ്ടെങ്കിൽ ഒരു 50 പേർക്കേ അടുത്തിരുന്ന് കളി കാണാൻ പറ്റുള്ളൂ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.